എന്തേ നമ്മുടെ നാട്ടിലൊക്കെ മുസ്ലിമീങ്ങൾക്കെതിരെ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ് എന്നുള്ളൊരു ആരോപണം ചിലരെങ്കിലും ഉന്നയിക്കാൻ കാരണം? അവരുന്നയിക്കാനുള്ള കാരണം ഇനിയിപ്പോ ആർക്കും മനസ്സിലാകാത്തതില്ല. ഇന്ന് എനിക്ക് തോന്നുന്നു മാതൃഭൂമി TV ചാനലിൻ്റെതാണെന്ന് തോന്നുന്നു. ഞാനൊരു റിപ്പോർട്ട് കാണുകയുണ്ടായി. നമ്മുടെ കേരളത്തിലെ സുന്നത്തിയമായത്തിന്റെ ചില വിരോധികൾ യമനിൽ കൊല്ലപ്പെട്ട തൊലാൽ അബ്ദു മഹ്ദിയുടെ സഹോദരനെ വാട്സപ്പിലൂടെയും മറ്റും ബന്ധപ്പെട്ടുകൊണ്ട് ഇവര് പറയാണോലോ, നമ്മളെ കേരളത്തിൽ നിന്നുള്ള ചിലര് പറയാണോലോ, നിമിഷപ്രിയയുടെ ഖിസാസ് നിങ്ങൾ ഒരു കാരണത്താലും ഒഴിവാക്കാൻ പാടില്ല. നഊദു ബില്ലാഹ്. എവിടെ എത്തി ഈ വിരോധം, വ്യക്തിവിരോധം? എന്തും ചെയ്യാൻ ഇവരെയൊക്കെ പ്രേരിപ്പിക്കുകയല്ലേ പ്രിയപ്പെട്ടവരെ? അള്ളാനെ പേടിയുള്ള ഒരാൾക്കത് പറയാൻ പറ്റുമോ? ദീനുൽ ഇസ്ലാമില് ഒരു കൊലപാതകം നടത്തുക എന്ന് പറഞ്ഞാൽ സബഉൽ മൂബിഖാത്താണ്, അതിൽ തർക്കമില്ല. ആ ദീനുൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം ശരീഅത്ത് നിയമം നടപ്പാക്കാൻ പറ്റിയോടത്ത് മർഡർ അല്ലെങ്കിൽ കൊലപാതകം, ഇതിനുള്ള ശിക്ഷ എന്താണ്? ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെയാണ്, അതിലൊന്നും തർക്കമില്ല. അതേ സമയം ഏത് വലിയ കുറ്റം ചെയ്ത ആളായാലും മനുഷ്യന്മാർ തമ്മിലുള്ള കുറ്റമാണ് എങ്കിൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് എന്നെ ആക്രമിച്ച കേസാണ്, അല്ലെങ്കിൽ എന്റെ ഉത്തരവാദിത്വത്തിലുള്ള ആളെ കൊന്ന കേസാണ്, ഇത്തരം കേസുകളിലൊക്കെ മാപ്പ് നൽകുക എന്നത് വളരെ വലിയ പുണ്യമുള്ള കാര്യവുമാണ്. മാത്രമല്ല, നിങ്ങൾക്കറിയാമോ, കൊലപാതകത്തിന് ഖിസാസിന്റെ വിധി നടപ്പാക്കുന്നതിന്റെ മുമ്പ് അതിന് ദിയത്ത് വാങ്ങിക്കൊണ്ട്, ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് അത് മാപ്പ് കൊടുക്കാം എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ ഒരു സംഗതിയാണ്. ആ ഒരു സംഗതിക്ക് ഇടപെട്ടുകൊണ്ട് ആർക്കെങ്കിലും അത്തരം ഒരു മാപ്പിന് സഹായിക്കാൻ കഴിഞ്ഞാൽ ദീനുൽ ഇസ്ലാം അതിനെ വലിയൊരു പുണ്യമായി കാണുന്ന വിഷയമാണ്. ഇതൊക്കെ മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് തൊവ്വലല്ലാഹു അൻഹു യമനിലെ വലിയ പണ്ഡിതനും സയ്യിദും ലോകത്താകമാനം ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഹബീബ് ഉമർ ബിൻ ഹഫീദ് തങ്ങളുമായി ബന്ധപ്പെട്ട് തൊലാൽ അബ്ദു മഹ്ദിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കണം എന്നൊരൊറ്റ അപേക്ഷ നടത്തിയപ്പോൾ മിനിയാന്ന് നമ്മുടെ സുപ്രീം കോടതിയിൽ നമ്മുടെ സോളിസിറ്റർ ജനറൽ പറഞ്ഞ ആ റിപ്പോർട്ട് എന്താണ് എന്ന് ഇപ്പോ എന്റെ ഫോണിലുണ്ട്. സോളിസിറ്റർ ജനറൽ വെങ്കിട്ടരമണി സുപ്രീം കോടതിയുടെ ജഡ്ജിമാരുടെ മുമ്പിൽ പറഞ്ഞത്, there is a point till which we can reach and we have already reached that point. We may not be able to cross that point. എന്താ പറഞ്ഞത്? ഒരു ഗവൺമെന്റ് എന്നുള്ള നിലക്ക് ഈ കേസിൽ ഞങ്ങൾക്ക് മാക്സിമം എത്താൻ പറ്റിയൊരു പരിധിയുണ്ട്, ഒരു പോയിന്റുണ്ട്. ആ മാക്സിമം ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റിയൊരു പോയിന്റ് വരെ ഞങ്ങൾ പോയി. ഇനി അതിനപ്പുറം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ നിമിഷപ്രിയക്ക് വേണ്ടി ഹാജരായ വക്കീല് കോടതിയോട് യാചിക്കുകയാണ്, എങ്ങനെയെങ്കിലും ആ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ കോടതി ഇടപെടണം. കോടതി ചോദിച്ച ചോദ്യവും അതിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു നാട്ടിൽ, അതും ഇന്ത്യ രാജ്യത്തിന് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഇല്ലാത്തൊരു നാട്ടില്, അവിടത്തെ നിയമം വെച്ചുകൊണ്ടൊരു കേസ് വിധിക്കുമ്പോ ആരോടാ ഞങ്ങൾ കൊലപാതകത്തിന് ശിക്ഷ നടപ്പാക്കരുത് എന്ന് വിധി ആരോടാ ഞങ്ങൾ പറയാ? ഞങ്ങൾ പറഞ്ഞാൽ അത് ആരാ അനുസരിക്കുക? ഏതായാലും ഗവൺമെന്റിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ 18-ാം തീയതി വെള്ളിയാഴ്ച പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 18-ാം തീയതിയിലേക്ക് കോടതി പോസ്റ്റ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ആ ഉമർ ബിൻ ഹഫീദ് തങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ടവരെ തൽക്കാലം
ഇന്ന് 16-ാം തീയതി നടത്തേണ്ട ആ വധശിക്ഷ ഇന്ന് നടത്തേണ്ട എന്ന് വെച്ചു. ഈ ഒരു സമയത്ത് സുന്നത്തി ജമാഅത്തിന്റെ ശത്രുക്കളായ നമ്മുടെ നാട്ടിലെ ചിലർ അവിടെ തൊലാലിന്റെ സഹോദരന് വാട്സപ്പിലും അല്ലാതെയും ഒക്കെ മെസ്സേജ് അയക്കുകയാണ്. ഒരു നിലക്കും വിട്ടുവീഴ്ച ചെയ്യരുത്. കാരണം എന്താ? നിമിഷപ്രിയോട് അവർക്ക് വിരോധം ഉണ്ടാകാൻ കാരണമല്ല, അല്ലെങ്കിൽ യമനിലെ തൊലാലിനോട് അവർക്ക് വലിയ സ്നേഹം ഉണ്ടാകാനും കാരണമല്ല. പക്ഷേ സൂഫി പണ്ഡിതനായ ഹബീബ് ഉമറോ, ആ സൂഫി പണ്ഡിതൻ ഇതിൽ ഇടപെടാൻ ബഹുമാനപ്പെട്ട കാന്തപുരം ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യയോ, എന്നാ പിന്നെ നിമിഷപ്രിയ കൊല്ലപ്പെടുക തന്നെയാണ് വേണ്ടത് എന്ന രീതിയിൽ ചിന്തിക്കുന്ന പല സംഘികളും, ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെയൊക്കെ പേരുള്ള ചില സംഘികളുണ്ട്, അവരെ അടക്കം ഉദ്ദേശിച്ചുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ജനങ്ങളുടെ പലരുടെയും മനസ്സിനകത്തുള്ള ഉള്ളിരിപ്പ് എങ്കിൽ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ.